ഇന്നത്തെ റെസിപ്പി പഴം വെച്ചിട്ട് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ കഴിക്കാനായാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ല പഴുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പാത്രം കാലിയാവുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ അത്യാവശ്യം വലുപ്പത്തിലുള്ള 3 നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയൊരു സോസ് പാന് സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പഴം ഏകദേശം ഒന്ന് വഴന്നു വന്നാൽ ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവിൽ മാറ്റം വരുത്തുകയും ചെയ്യാം. അപ്പോൾ പഴം ഏകദേശം ഒന്ന് ആയി വരുന്ന സമയത്താണ് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇനി ഇതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റവ കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് മിക്സാക്കി എടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്. പിന്നെ റവ ചേർത്ത ഉടനെ തന്നെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. റവ വെന്ത് കിട്ടാൻ വേണ്ടി വേറെ എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പഴത്തിൽ തന്നെ ഓൾറെഡി ചെറിയൊരു നനവുണ്ടാവും. അപ്പോൾ ആ ഒരു നനവിൽ കിടന്നിട്ട് റവ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് 1 കപ്പ് റവ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ റവ ചേർത്ത് കൊടുക്കുമ്പോൾ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ എത്രത്തോളം റവ ഇതിലേക്ക് ചേർക്കണമെന്ന് നമുക്ക് തന്നെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ നോക്കിയിട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഈ ഒരു പരുവായി കിട്ടണം. അപ്പോൾ അത്രയും റവ ചേർത്തിട്ട് മിക്സാക്കി എടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറി വരുന്ന സമയത്ത് കയ്യിൽ വെച്ചിട്ട് ചെറിയ ബോൾസാക്കി കയ്യിൽ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കി എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇതേ രീതിയിൽ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. റൗണ്ടിലൊക്കെ ചെയ്തെടുക്കാം. റൗണ്ട് ഷേപ്പിലും അതുപോലെ തന്നെ ഉന്നക്കായുടെ ഷേപ്പിലൊക്കെ നമുക്ക് ഉരുട്ടിയെടുക്കുകയും ചെയ്യാം. പിന്നെ ഇതുപോലെ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കുന്ന സമയത്ത് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മാവ് ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താലും മതിയാവും. അങ്ങനെ ആകുമ്പോൾ കറക്റ്റ് ഷേപ്പായിട്ട് കിട്ടുകയും ചെയ്യും. അല്ലെങ്കിൽ ഓരോ ബോൾസാക്കി എടുക്കുന്ന സമയത്ത് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുത്താലും മതിയാവും. പിന്നെ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഓരോന്നിൻ്റെ സെൻറ്ററിലായിട്ട് കടലയുടെ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നിർബന്ധമൊന്നുമില്ല, കാണാനൊരു ഭംഗിക്ക് വേണ്ടി ചെയ്തു എന്ന് മാത്രം. അതുപോലെ തന്നെ നട്ട്സൊക്കെ വേണമെങ്കിൽ ഈ ഒരു മിക്സിൽ ചേർത്തിട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ. നട്ട്സും കൂടെ ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ചു മറിച്ചു വിട്ടിട്ട് 2 ഭാഗവും കളറൊക്കെ മാറി നന്നായിട്ട് വെന്ത് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഓൾറെഡി ചെറുതായിട്ടൊന്ന് കുക്കായിട്ടുള്ളതാണ്. ഇനി ജസ്റ്റ് ഒന്ന് കുക്കായിട്ട് കിട്ടിയാൽ മതിയാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാ ഭാഗവും കളറൊക്കെ മാറി ബ്രൗൺ കളറായിട്ട് നന്നായിട്ട് വെന്ത് കിട്ടിയാൽ ഇനി പാനിൽ നിന്ന് മാറ്റാം. ഇതേ രീതിയിൽ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴം റവയൊക്കെ വെച്ചിട്ടുള്ള അടിപൊളി സ്നാക്കാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.